ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇലിസ്ട്രേഷൻ 10 ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. She has 3 partners A, B and C who share profits and losses equally. The net profit for the year ending 31st March 2022 was 1,80,000 after charging the following. സാലറീസ് എയ്ക്ക് 1,00,000, ബിക്ക് 80,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20% പറഞ്ഞിട്ടുണ്ട്. എയ്ക്ക് 40,000, ബിക്ക് 24,000, സിക്ക് 36,000 ആണ്. കമ്മീഷൻ ടു സി 20,000 തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ ആൻസർ നോക്കാം. ഫസ്റ്റ് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഫേമിൻ്റെ. അതിൽ നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചതുപോലെ ആദ്യം നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഈ 1,80,000 എഴുതുക. പിന്നെ റെമ്യൂണറേഷൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്, അതായത് സാലറിയും കമ്മീഷൻ ബോണസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ സാലറിയും കമ്മീഷനും ഉണ്ട്. അപ്പോൾ സാലറി എയുടെ 1,00,000ഉം ബിയുടെ 80,000ഉം എഴുതുക. എന്നിട്ട് ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ ഇടുക. അപ്പോൾ 1,80,000 ആയി. പിന്നെ കമ്മീഷൻ പെയ്ഡ് ടു സി അത് 20,000 ഉണ്ട്, അതും ഔട്ടർ കോളത്തിൽ എഴുതുക. ക്യാപിറ്റൽ 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12% എക്സസ് വന്നാൽ അത് കാണിക്കേണ്ടതാണ് ഇതിൽ ആഡ് ചെയ്തിട്ട്. സോ ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 12% എന്ന് പറഞ്ഞിട്ട് 20 മൈനസ് 12 ചെയ്യുമ്പോൾ 80 കിട്ടും. അപ്പോൾ 40,000 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 8 ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരുടെയും ഈ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് 24,000 ഇൻറ്റു 8 ബൈ 20 ചെയ്യുക. 36,000 ഇൻറ്റു 8 ബൈ 20 ചെയ്യുക. എന്നിട്ട് അതെല്ലാം ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് കാട്ടുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഈ 1,80,000, 20,000, 40,000 ആഡ് ചെയ്യുമ്പോൾ 4,20,000 കിട്ടും. പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ടോട്ടൽ ഇൻകം ഓഫ് ഫേം കണ്ടുപിടിക്കാം. ബുക്ക് പ്രോഫിറ്റ് 4,20,000 പ്ലസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. ആക്ച്വൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എത്രയായിരുന്നു? കമ്മീഷനും സാലറിയും കൂടി ആഡ് ചെയ്തിട്ട് 2,00,000 കിട്ടും. ഓർ 90% ഓഫ് ഫസ്റ്റ് 3,00,000 ഓഫ് ബുക്ക് പ്രോഫിറ്റ്. 3,00,000ൻ്റെ 90% 2,70,000 ആണ്, അത് എഴുതിയിട്ടുണ്ട്. 60% ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ 4,20,000 നിന്ന് 3,00,000 പോയിട്ട് കിട്ടുന്ന 1,20,000ൻ്റെ 60% 72,000. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് 3,40,200. അപ്പോൾ ഇതിൽ വിച്ച് ഓർ ഇസ് ലെസ് ആണ് എടുക്കുന്നത്, അത് 2,00,000 ആണ്. അപ്പോൾ 4,20,000 ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് 2,00,000 കുറക്കുമ്പോൾ 2,20,000 കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. അടുത്തത് നമുക്ക് ടോട്ടൽ ഇൻകം ഓഫ് പാർട്ട്നേഴ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അതിൽ നമുക്ക് ക്വസ്റ്റ്യന് തന്നത് 20% പക്ഷേ എന്താ മതി, 12% മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ 40,000 മൈനസ് നമ്മൾ നേരത്തെ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് 60,000 കുറക്കുമ്പോഴാണ് 24,000 കിട്ടുന്നത്. അതുപോലെ തന്നെ ബിയുടെ കേസിൽ 24,000 മൈനസ് 9,600 ചെയ്യുമ്പോഴാണ് 14,400 കിട്ടുന്നത്. പിന്നെ സിയുടെ കേസിൽ 36,000 മൈനസ് 14,400 ചെയ്യുമ്പോൾ 21,600 കിട്ടും. അടുത്തത് റെമ്യൂണറേഷനാണ്. അത് സാലറി ഓഫ് എ ആൻഡ് ബി ആണ് ഈ 1,00,000ഉം 80,000ഉം. പിന്നെ കമ്മീഷനും എന്താണ്, റെമ്യൂണറേഷനാണ്. അപ്പോൾ സിയുടെ കമ്മീഷൻ 20,000. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എക്ക് 1,24,000, ബിക്ക് 94,400, സിക്ക് 41,600 ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടോ. ഓക്കെ, ബൈ.